ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി വിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി സവാള വഴറ്റിയെടുക്കാം. 2 പച്ചമുളക് നെടുക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. അവസാനം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് നന്നായി പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് മസാലപ്പൊടിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കാം 2 മിനിറ്റ് നേരം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം വേവിന് ആവശ്യമുള്ള കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കി നന്നായി ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് 2-3 മിനിറ്റും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഒരുവിധം നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഈ കാഷ്യൂ നട്ട്സ് അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് അരച്ചത് ഇതിൽ ചേർക്കുമ്പോൾ ചിക്കന് നല്ലൊരു രുചിയായിരിക്കും. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചൂടോടെ നമുക്ക് ഈ കറി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വിളമ്പാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.